അല്ല വാട്ടുക. ഇല വാട്ടുക. അല്ല ആട്ടുക. വാട്ടുക. ആട്ടുക. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒതള എന്ന് പറഞ്ഞൊരു നാടൻ മീനായിരുന്നു. ട്രോളിങ് ആയതുകൊണ്ട് കടൽ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിയ ഒതള എന്ന് പറയുന്ന ഈ ഒരു സാധനം കാണാനൊരു കടൽ മീനിൻ്റെ പോലെ ആണെങ്കിലും നാടനാണിത്. അപ്പോൾ ഇതിന് നമ്മൾ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് പിടിച്ചെടുക്കാൻ പോക്കാണ്. കാരണം നമ്മളങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വെറൈറ്റി എന്ന് പറയുന്നു. എനിക്ക് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നത്. മുറിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്ത് കിട്ടും സാധനം. കാണാനെല്ലാം നല്ല അടിപൊളിയാണ്. നോക്കട്ടെ എന്താ അവസ്ഥ എന്ന് പൊരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാണിക്കുന്നത്. കാണുന്നുണ്ട്. ഇതാണ് ഫിഷ് മസാല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിക്കാം. നല്ല കുഴച്ച് മസാലയെല്ലാം പൊടിപ്പിച്ച് വെച്ച സാധനം അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഗൈസ്, അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തക്കാളിയും പച്ചമുളകും പിന്നെ ഉള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കും. ചെറുതായിട്ട് വരട്ടി സെറ്റാക്കിയിട്ട് അടുത്ത പരിപാടി ആക്കാൻ പോകുന്നു. അതും കാണിച്ചു തരാം. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഉള്ളി ചെറുതായിട്ടൊന്ന് ചെറിയൊരു പാടി ചുവന്ന കളർ വരുമ്പോൾ മാത്രമേ തക്കാളി ഇടുള്ളൂ. ഇത് അപ്പുറത്ത് സീരിയൽ വെച്ചിട്ടാണ് അതിൻ്റെ സൗണ്ട് കാരണം ഇവിടെ ഒന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. അടുത്ത ഇഞ്ചി അടുത്തത് തക്കാളിയും പച്ചമുളകും വെള്ളത്തുള്ളി വെള്ളത്തുള്ളി വെള്ളം മീൻസ് വൈറ്റ്. പിന്നെ കരിപ്പട്ട. മലയാളം പറ. കരിപ്പട്ട. കറിവേപ്പില. കറിവേപ്പില. ഓ ആ കരിപ്പട്ട. അടുത്തത് മഞ്ഞൾപ്പൊടി. ഏകദേശം ഇതിലോട്ട് പച്ചമണം മാറിക്കഴിഞ്ഞു അതെടുത്ത് ഇത്ര മാറ്റുന്നു. അതിനുശേഷം അടുത്ത പാൻ വെച്ച് അതിന് കുറച്ച് ആദ്യം മാരിനൈസ് ചെയ്ത് വെച്ച മീൻ ഉണ്ടല്ലോ, നല്ല സെറ്റ് അടിപൊളി പരിപാടിയുണ്ട്. ഇത് അത്യാവശ്യം ഒരു ഹാഫ് ഫ്രൈ ടൈപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടാണ് ഇലയിൽ നമ്മൾ ചുറ്റി വെക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് എണ്ണയിൽ വെച്ച് പാനിപ്പം ചൂടാവും. പക്ഷേ നമ്മൾ മീൻ എടുത്ത് വെക്കാൻ പോകുന്നു. ഒരേ കുറിച്ചത് നമ്മൾ വേണ്ട പോലെ ആയിട്ടുണ്ട്. അടുത്ത റൗണ്ട് പിന്നെ സെറ്റായി. നമുക്ക് മീനെ നല്ല വൃത്തിയിൽ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇലേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇത് നമ്മളെ പറമ്പിൽ തന്നെയാണ് കേട്ടോ, ആരാൻ്റെ പറമ്പിലൊന്നുമല്ല. അതുകൊണ്ട് ഒരു പിടിയും വേണ്ട. വീട് നേരെ മുമ്പിലത്തെ വാഴ അവിടുന്ന് 2-3 ചെറിയ കഷ്ണം മുറിച്ചെടുക്കുന്നു.
പച്ചരയിൽ വെച്ചാൽ പൊട്ടിപ്പോകും. ഞങ്ങൾ കുറച്ച് ഇല ചൂടാക്കി വാട്ടിയെടുക്കട്ടെ. നമ്മൾ പച്ചരയിൽ വെച്ച സാധനം പൊട്ടിപ്പോവും. നമ്മൾ വിചാരിച്ചൊരു പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ ഇല വാട്ടി ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. എല്ലാം വാട്ടുക. ഇല വാട്ടുക. എല്ലാം ആട്ടുക. വാട്ടുക. വാട്ടുക. ഓരോ മീൻ കൊള്ളുന്ന വിധത്തിൽ ഇല നമ്മൾ ചെറുതായി മുറിച്ചെടുക്കുന്നു. കരിമീൻ കിട്ടാത്തതുകൊണ്ടാണ് ഈ പണി എടുക്കുന്നത്. കരിമീൻ കിട്ടാത്തതുകൊണ്ടുള്ള പരിപാടിയാട്ടോ. കരിമീനാണ് ഇങ്ങനെ ശരി ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടൊന്നും കാണുന്നതന്നെ, റീൽസിലെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മളിത് ചെയ്ത് നോക്കാൻ ഇന്ന് മുതിരുന്നു വയസ്സ്. കുറച്ച് മസാല എടുത്തിട്ട് ഓരോ ഇലയിലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു. പാനോട് കഴുകണം ഭർത്താവ്. ഒരു കുറച്ച് മസാല എടുത്തിട്ട് ഇതിൻ്റെ മുകളിലും നൈസായിട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂട്ട ലേശം മല്ലിച്ചപ്പ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് വരും. നമ്മൾ ഓരോന്നായിട്ട് കെട്ടി വെക്കട്ടെ. എന്നാലും നല്ല വൃത്തിയിൽ മസാല പിടിക്കില്ല. ഈ ഒരു പരുവത്തിൽ കിട്ടും. കരിമീനാണ് ടേസ്റ്റ്. ഓരോന്നായിട്ട് വെക്കാം. ഒരു സൈഡ് വേണ്ടി അടുത്ത സൈഡ് ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധനം പിടിച്ചിട്ടുണ്ട്. സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഒതള എന്ന് പറഞ്ഞ മീൻ ഫുൾ സെറ്റായിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇതെടുത്തിട്ട് വെക്കുന്നു. ഓഹോ സംഭവം നല്ല ജോറായിട്ടുണ്ട്. ജസ്റ്റ് ശരിയല്ലേ വീട്ടിൽ കയ്പ്പക്ക വറുണ്ട്, കയ്പ്പക്ക ഉപ്പേരി, ബീട്രൂട്ട് അച്ചാർ, പിന്നെ അവിയൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരം മൂടിച്ചുകൊണ്ട് കായ് മൂടിച്ചോ. അതിൻ്റെ പേര് ഈ ഒരു മീനിൻ്റെ പീസും ഇങ്ങനെ വെച്ച് കുഴച്ച് കുറച്ച് മൂടിച്ചും കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ ഉണ്ടോ നോക്കാം. കമ്മതി പൊളിച്ചു, സൂപ്പർ. കടിച്ചു മൊത്തം നമുക്ക് സംഭവം സൂപ്പറല്ല. ജോറ്.